ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്ന് ഖത്തർ അറിയിച്ചു. റഫ അതിർത്തി തുറക്കണമെന്നും ഗസയിലേക്ക് പൂർണ്ണതോതിൽ മാനുഷിക സഹായം ലഭ്യമാക്കണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദാണ് ചേരുന്നത്. അബ്ബാസ്, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്താണ് ഖത്തർ നൽകുന്ന വിവരങ്ങൾ? ദിവ്യ, ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി പറയുന്നത് പ്രകാരം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നേരത്തെ MCA സൂചിപ്പിച്ചതുപോലെ തന്നെ റഫ അതിർത്തി തുറക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന് അടുത്ത ഘട്ട വെടിനിർത്തൽ കരാറിനായുള്ള ശ്രമങ്ങൾ ഖത്തർ മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈജിപ്തും US-ഉമാണ് ഈ ഗസയിലെ വിഷയത്തിൽ ഇസ്രായേലുമായി നടത്തിയ സംഭാഷണങ്ങളിലൊക്കെ മധ്യസ്ഥ രാഷ്ട്രങ്ങളായി ഇടപെട്ടത്. അതോടൊപ്പം തന്നെ ഖത്തറും. ഇങ്ങനെ ഖത്തർ, ഈജിപ്ത്, US രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ അടുത്ത ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൺഒഫീഷ്യലി ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മാജിദ് അൽ അൻസാരി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ചില സങ്കീർണതകളുണ്ട്. ആ സങ്കീർണതകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഈ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ചേർന്ന് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. റഫ അതിർത്തി മാനുഷിക സഹായത്തിന് വേണ്ടി തുറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇന്ന് മാജിദ് അൽ അൻസാരി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഖത്തറിൻ്റെതായി പുറത്തിറക്കിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2024 മെയ് മുതൽ ഇസ്രായേൽ റഫ അതിർത്തി അടച്ചിരിക്കുകയാണ്. ഈജിപ്തിനും അതുപോലെ ഗസക്കും ഇടയിലുള്ള ഈ അതിർത്തി തുറന്നാൽ മാത്രമേ നിലവിലുള്ള ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാനാകൂ. അത് ഇസ്രായേൽ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഒരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിലവിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി മാജിദ് അൽ അൻസാരി പറഞ്ഞു വെക്കുന്നു. ഇതൊഴിവാക്കി കൃത്യമായി മാനുഷിക സഹായങ്ങൾ ഗസയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടം പിന്തുണ പ്രഖ്യാപിക്കണം. അതുപോലെ ഇസ്രായേൽ ഭരണകൂടം അത് അനുവദിക്കണം. റഫ അതിർത്തി തുറന്നാൽ മാത്രമേ ഇനി ഗസയിലെ ദുരിതത്തിന് അറുതി വരൂ എന്നുള്ളതാണ് മാജിദ് അൽ അൻസാരി പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ റഫ അതിർത്തി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പ്രസക്തമാകുന്നത്. ഒന്ന്, ഈ മാനുഷിക ഒരു ഇടനാഴി, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കോറിഡോർ തുറക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ റഫ അതിർത്തി തുറക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവിടേക്കുള്ള ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ, അതുപോലെ എയ്ഡ് വർക്കേഴ്സിൻ്റെ, ഡോക്ടർമാരടക്കമുള്ള ആളുകളുടെ സേവനം ലഭ്യമാക്കുന്നതിന് കൂടി ഈ അതിർത്തി തുറക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല, ഒക്ടോബർ 10 വന്ന ആദ്യത്തെ അഗ്രിമെൻറ്റിൽ ഈ അഗ്രിമെൻ്റ് പ്രകാരം റഫ അതിർത്തി തുറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ അത് പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് പ്രകാരം ഈ ക്യാപ്റ്റീവ്സുകളുടെ, ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഈ റഫ അതിർത്തി തുറക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററായ കാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പ്രകാരം US-ന്റെ സമ്മർദ്ദപ്രകാരം റഫ അതിർത്തി എന്നുള്ള ഒരു വാർത്തയും കാൻ സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലും അതുപോലെ ഈജിപ്തും കൂടി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഫ അതിർത്തി ഏതായാലും വളരെ വൈകാതെ തുറക്കണം എന്നുള്ള ആവശ്യമാണ് ഖത്തർ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, അടുത്ത ഘട്ട വെടിനിർത്തൽ കരാറിലേക്കുള്ള അതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ കൂടി അൺഒഫീഷ്യലായിട്ട് അതിനുള്ള ചർച്ചകൾ കൂടി പുരോഗമിക്കുകയാണ്. ദിവ്യ, ഗസയിൽ മാനുഷിക സഹായം വളരെ വേഗത്തിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. അതിനായി റഫ അതിർത്തി ഉടൻ തുറന്നു നൽകണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്.